മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങടാ വലിയ പ്രതിസന്ധിയാണെന്ന് ഭയങ്കര ഹൈറ്റാ, മണ്ണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങടാ വലിയ പ്രതിസന്ധിയാണെന്ന് നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പറളി ചക്കാന്തറയിലാണ്. ചക്കാന്തറയിലെ 17 വാർഡും 18 വാർഡും രണ്ട് മാരിയം കോവിൽ ഭാഗത്താണ്. മാരിയം കോവിൽ ക്രിസ്ത്യൻ പള്ളി റോഡാണ്. പാലശ്ശേരി അല്ലേ? പാലശ്ശേരി ക്രിസ്ത്യൻ റോഡാണ്. ഇവിടെ വരാനുള്ള കാരണം, ഇവിടെ ഒരു റോഡ് 2 ദിവസം മുമ്പ് റോഡ് പണി 2 ദിവസം ചൊവ്വാഴ്ച റോഡ് പണി നടന്നിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. അതിലെ ഒരു അശാസ്ത്രീയമായി പണിതു എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ആരോപിക്കുന്നത്. അതിനുശേഷം അവിടുത്തെ വാർഡ് മെമ്പർമാരെയും ബന്ധപ്പെട്ടെങ്കിലും ശരിയാക്കാം എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ യാതൊരു മറുപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ആരോപിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് നമുക്ക് ചോദിച്ചു നോക്കാം. എന്താ ശരിക്കും താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാനിത് നടക്കുന്ന സമയത്ത് ഇത് ഏകദേശം റോഡ് പണി അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ദിവസവും ഇത്? ചൊവ്വാഴ്ച തന്നെ, അന്നത്തെ ദിവസം തന്നെ. ഇവിടുത്തെ പഞ്ചായത്തിലുള്ളൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഒരു ലേഡി ഓഫീസർ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു സീരിയസ്നെസ്സും ഇല്ലാതെയാണ് അവർ ഈ കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. അവർക്ക് ഇവിടെ വെറുതെ വന്നിട്ട് നിൽക്കണ മാതിരി ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അവരോട് സംസാരിച്ചു. അവരുടെ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെമ്പറെ വിളിച്ച് സംസാരിച്ചു. അവർക്ക് റോഡ് പണിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ക്ഷേത്രത്തിന്റെ സൈഡിലുള്ള ഈ മതിലിനോട് ചേർത്തിട്ടുള്ള മണ്ണും കാര്യങ്ങളൊന്നും അവർക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അങ്ങനെ വെച്ചാൽ അളന്നെടുക്കുകയാണെന്ന് വെച്ചാൽ അവർ അങ്ങനെ എടുത്തിട്ട് ചെയ്യണം. ഇതിപ്പോൾ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് ഈ മണ്ണും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടിട്ട് പറഞ്ഞതിന് ശേഷമാണ് അവർ ഈ സൈഡിലേക്ക് ഈ റോഡിലേക്ക് വണ്ടി വീഴും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അവർ കുറച്ച് മണ്ണും കാര്യങ്ങളും പെട്ട് അശാസ്ത്രീയമായ രീതിയിലാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാവുന്ന കാര്യമല്ല. അത് ഭയങ്കര അപകടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേണിംഗ് ആണ്. ഈ ടേണിംഗ് ഉള്ള സ്ഥലത്ത് ഇതേമാതിരി ഈ മണ്ണ് ഇതാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ വീഴും. ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആൾക്കാരും ജയിലിൽ തന്നെ പോകേണ്ടതാണ്. ഇതിൽ മെമ്പർമാരോട് താങ്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു? അവരുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായിരുന്നു. അവർ നേരേക്ക് തരാമെന്ന് പറഞ്ഞു. വിജയനാരായണൻ വന്നിട്ടുണ്ടായിരുന്നു. വിജയനാരായണൻ ഇവിടെ വന്നിട്ട് അന്ന് വാർഡിത്തെ മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് നോക്കി അജിയുടെ അടുത്ത് വിളിച്ച് പറയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യാന്ന് പറഞ്ഞു. അതെ, ഇപ്പോഴത്തെ പ്രസിഡന്റ്. അപ്പൊ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് പിന്നെ അന്നൊക്കെ തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ എഞ്ചിനീയറോട് സംസാരിച്ചതിന് ശേഷം അവരുടെ ഭാഗത്ത് പിന്നെ അതിനുശേഷം പിന്നെ വേറെ ഒന്നും വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല. ഇവിടെ വന്ന് നിന്നിട്ട് പണി എടുപ്പിച്ചിട്ടുള്ള ആ മാഡത്തിന് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പണി കിട്ടി, ഞങ്ങൾ എന്തോ ചെയ്യുന്നു അത്ര. അവിടെ ഇവിടെ നിന്നേർന്ന മാഡം അവര് എന്താണ് ഡെസിഗ്നേഷൻ എന്നുള്ളത് അറിയില്ല. അതെ, 2 ലേഡീസ് ഉണ്ടായിരുന്നു. അതായത് ഉത്തരവാദിത്തപ്പെട്ടവരെ തന്നെയാണ് അല്ലേ? ഉത്തരവാദിത്തപ്പെട്ടവരാണ്. കാരണം എന്താ വെച്ചാൽ സർക്കാരിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുമില്ല, അസാൾട്ടായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു അവരടുത്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് നടക്കുന്ന വഴിയാണ്, റോഡാണ്, നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ അവിടെ കമ്മിയാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യണം പറഞ്ഞപ്പോൾ അവർക്ക് യാതൊരു അല്ലല്ല അവര് നിങ്ങൾ ആരുടെ പരാതിപ്പെട്ടാലും അവർക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അങ്ങനെ വെച്ചാൽ പിന്നെ ഈ പണി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ കാര്യം മെമ്പറോട് അല്ല, അവർ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറെ യാതൊരു ഇതുമില്ല. പിന്നെ രണ്ടാമത്തത്, നമ്മൾ ഇതൊരു പോക്കറ്റ്, എന്റെ പേര് പ്രതാപ് എന്നാണ്. ഇതൊരു പോക്കറ്റ് റോഡാണ്. ഈ പോക്കറ്റ് റോഡ് കയറുന്നത് ഈ റോഡിൽ ജോയിൻ ചെയ്യുന്നത്. ഈ പോക്കറ്റ് റോഡ് ഈ കാണുന്നത് ഇത് കുറച്ച് വീട്, ഒരു 10-15 വീടുകളിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ ഈ വഴി വന്നിട്ട് ജോയിൻ ചെയ്യുന്നത് ഇതിലേക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പോക്കറ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു സ്ലോപ്പ് ഇടണം. അതുപോലും അവർ ചെയ്തിട്ടില്ല.
പറഞ്ഞതിന് ശേഷം കുറച്ച് കണ്ണും മറ്റേ മണ്ണും കല്ലും എല്ലാം വെച്ചിട്ട് തൽക്കാലം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനും അവർക്ക് റിപ്ലൈ ഇല്ല. അവര് കോൺട്രാക്ടറോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്നോട് മെമ്പർ പറഞ്ഞത്. കാരണം പറയുന്നത് അയാൾ പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ, എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു എന്നാണ് മെമ്പർ എന്നോട് പറഞ്ഞത്. അയാൾ പറഞ്ഞു മെമ്പർ കോൺട്രാക്ടറോട് സംസാരിച്ചു ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ കോൺട്രാക്ടർ മെമ്പറോട് പറഞ്ഞിരിക്കണം ഇല്ല എനിക്കത് ചെയ്യാൻ സാധിക്കില്ല എന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത്. പുതുപ്പരിയാരമുള്ള ഏതോ കോൺട്രാക്ടറാണ് ഇത് ചെയ്തിരിക്കുന്നത്. അയാൾക്ക് ഉത്തരവാദിത്വം അങ്ങനെയാണ് എനിക്ക് കേട്ട അറിവാണ് ഞാൻ പറഞ്ഞത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ നമ്മളോട് സംസാരിക്കുന്നത്. വേറെ താങ്കൾക്ക് എന്ത് പറയുന്നത്? വണ്ടി ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ അത് സ്കിഡ് ചെയ്ത് വീഴാനുള്ള ചാൻസ് ഒരുപാടാണ്. ഇപ്പം അതിൽ മണ്ണ് കൊണ്ടൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ മണ്ണ് ചെമ്മലത്തൊടിൻ്റെ മുകളിൽ നിന്നും ഒഴുകുന്ന മഴവെള്ളം ഈ മണ്ണെടുത്തിട്ട് പോകാൻ 1-2 മഴ മതി. ആ മണ്ണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു തിട്ട് പോലെയാണ്. തിട്ടിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്കിഡ് ചെയ്ത് വീണ് ഏതെങ്കിലും കുടുംബത്തിലൊരു അംഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ഈ പറയുന്ന പഞ്ചായത്ത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുമോ? ഇതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ശാസ്ത്രീയമായി ചെയ്യേണ്ട കാര്യങ്ങൾ ശാസ്ത്രീയമായും അശാസ്ത്രീയമായി ചെയ്യേണ്ട കാര്യങ്ങൾ അശാസ്ത്രീയമായും തന്നെ ചെയ്യണം. 3 മീറ്റർ റോഡാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊരു തുണ്ടിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. അതായത് 3 മീറ്റർ റോഡ് പകുതിയിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള റോഡ്, പിന്നെ അത് കണക്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ ചുരുക്കി 2 മീറ്റർ ആക്കിയിട്ടാണ് റോഡ് ചെയ്യുന്നത്. ഇങ്ങനെ റോഡ് ചെയ്യുന്ന സമയത്ത് ഈ റോഡിൻ്റെ ലെങ്ത് കുറച്ചിട്ട് അത് ഫില്ല് ചെയ്ത് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഉള്ളിടത്തോളം നല്ല വൃത്തിയായി ചെയ്യുമായിരുന്നു. തീർച്ചയായും ഞങ്ങളിപ്പോൾ ഇത് കാണുന്നത്, ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നതാണ്. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണ്. ഇതിൽ എന്തെങ്കിലും കാരണം കൊണ്ട് സ്കിഡ് ചെയ്ത് വീഴുകയെ, രാത്രി ഡ്രൈവ് ചെയ്യേ, ഒരു കാറ് പാസ് ചെയ്യുന്ന സമയത്ത് ജലജീവൻ മിഷൻ വന്ന് റെഡിയാക്കി തരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ മെമ്പറായിട്ട് സംസാരിച്ച സമയത്ത് ജലജീവൻ മിഷൻ വന്ന് റെഡിയാക്കി തരുന്നു പറഞ്ഞിട്ടുണ്ട്. 18-ാം വാർഡ് മെമ്പർ അജിയായിട്ട് പഞ്ചായത്തിൽ അജിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. പുള്ളി വന്ന് ജലജീവൻ മിഷൻ നേരാക്കി തരുന്ന പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും ഈ റോഡ് അവര് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം പഞ്ചായത്തിലേക്ക് വാക്കിംഗ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം പഞ്ചായത്ത് ഉണ്ടാക്കരുത്. അങ്ങനെ ഒരു സാഹചര്യം പഞ്ചായത്ത് ഉണ്ടാക്കരുത്. ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ ഇതെന്താ അറിയോ, ഏതെങ്കിലും കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്തിന് മാത്രമായിരിക്കും. വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇവർ ആരോപിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, അതുപോലെ ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതാണ് ഇവിടുത്തെ നാട്ടുകാരെ ആരോപിക്കുന്നത്. താങ്കൾക്ക് പറയാനുണ്ടോ എന്തെങ്കിലും? ഇവര് പറഞ്ഞൊക്കെ പറയുന്നത് നമ്മളൊക്കെ രാത്രി വരുന്നതാണോ ജോലി കഴിഞ്ഞ്, രാത്രി 8:30 മണി നേരത്തെ മഴയൊക്കെ പെയ്ത് അതിൽ നിറയെ വെള്ളമാവും. ഇവിടുന്ന് അങ്ങനെ ഇറങ്ങുമ്പോൾ സ്കിഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി പോയി. ഇത്ര കുണ്ടുണ്ട്, ഇത്രക്കുണ്ട്, ഒരു 1/4 മീറ്റർ കുണ്ടല്ല. ഇപ്പൊ ഈ 2 മീറ്റർ പറഞ്ഞില്ലേ, ഇവര് ഹൈറ്റ് എത്ര, ഡെപ്ത് എത്രയാണ് ഇവരുടെ? 5 ഇഞ്ച് കുഴിയാണ് ഇപ്പൊ ഇവിടെ. ഈ വെള്ളം 5 ഇഞ്ച് കുഴി. ഞങ്ങള് കംപ്ലൈന്റ് പറഞ്ഞപ്പോ അവരൊരു പണിക്കാരെ വിട്ട് മറ്റേ എന്താ പറയാ സൈഡത്തെ മണ്ണിതാ ഇതൊരു മഴ വന്നാൽ ഇത് കഴിഞ്ഞു. നല്ലൊരു മഴയല്ല, ചെറിയൊരു മഴ വന്നാൽ ഇത് പോയി. അത്രയ്ക്കും അല്ലേ? ഇതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആരോപണങ്ങളും പറയുന്നതും. ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അല്ലേ? ശക്തമായി തന്നെ ഇതൊരു പരിഹാരം ഉടനെ കണ്ടേ മതിയോ? അല്ലേ? ഉടനെ തന്നെ കൊടുത്താൽ മതി. ആ ഗ്യാപ്പ്, അതായത് ആ അവസാനിക്കുന്ന അതും ഇപ്പൊ ഈ ഇടയിലിട്ട റോഡ് തന്നെയാണ്. ആ റോഡിൽ നിന്ന് പുതിയ റോഡിലേക്ക്, ഏത് റോഡാണത്? അതായത് ഇപ്പൊ ഇതൊരു റോഡ് ഇപ്പൊ ഈ ഇടയിൽ പണി കഴിഞ്ഞ റോഡാണ്. അവിടെ നിന്ന് 6 മാസം മുന്നേ അവിടെ നിന്ന് ആ റോഡിനെ അവർ കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന രീതിയാണിത്. ഇപ്പൊ ഇവര് പറയുന്നത് വേറൊന്ന്, ജലജീവൻ മിഷനാണ് അത് ഫില്ല് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അത് വൃത്തിയായിട്ട് ചെയ്തു തരണം. അതായത് ഈ റോഡ് ഫുൾ റോഡാണ്. ഇത് ഫുൾ റോഡാണ്. മതിൽ ടു മതിലുള്ള റോഡാണ്. ഒരു 6 മാസം
3 മീറ്റർ 3 മീറ്റർ. 3 മീറ്റർ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 3 മീറ്റർ പാസ്സായതാണ്. 2 മീറ്ററിന് 2 മീറ്റർ പോകും. ഇത് ഇതുകൊണ്ട് ജലനിധിന്റെ പൈപ്പ് തന്നെ അവർ ചെയ്യും. അതല്ല അവർ സംസാരിക്കുന്നത്. ഇത് മൊത്തം ആ 3 മീറ്റർ അവർ ഫില്ല് ചെയ്ത് പോകേണ്ടതാണ്. അതായത് പിന്നീട് ജലനിധിന്റെ എന്തെങ്കിലും ഫാൾട്ട് വരികയാണെങ്കിൽ അവർ പൊളിച്ചിട്ട് അവർ ചെയ്തോട്ടെ. പക്ഷേ ഈ ചെയ്യുന്ന ഈ വർക്കിൽ ഇത് കോൺട്രാക്ടർ ചെയ്യേണ്ട ഒരു വർക്ക് ആ 3 മീറ്റർ പറഞ്ഞാൽ ആ 3 മീറ്റർ ഫില്ല് ചെയ്ത് പോകണ്ട. അതായത് ഈ റോഡ് കറക്റ്റ് ആയിട്ടില്ല. എത്ര മീറ്റർ ആയിട്ടത്? 3 മീറ്റർ. ഇത് കറക്റ്റ്. ഈ റോഡ് ഏകദേശം ഇലക്ഷന് മുമ്പ് ചെയ്തു അല്ലേ? ഇലക്ഷൻ മുമ്പ് ഒരു 6 മാസം മുൻപാണ് ഈ റോഡ് പണിതത്. ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 3 മീറ്റർ കറക്റ്റായി ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ പറ്റും. ഇവിടെ വഴി അടച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഇത് വരുമ്പോൾ ഇവിടുന്ന് പുതിയതായി ഇത് പണിത് ഇത് 2 മീറ്ററാണ്. ഇത് 3 മീറ്റർ പാസ്സായിട്ടില്ല. പാസ്സായിട്ട് 3 അത് ഉറപ്പില്ലല്ലോ. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ല, ശരിക്കും 2 മീറ്റർ ഇട്ടുള്ളത്. അവിടെ ശരിക്കും ഈ ഭാഗത്തിൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഒരു ഇവിടെ 3 മീറ്റർ ഉണ്ട്. പക്ഷെ ഇവിടെ മാത്രം ഈ ഭാഗത്ത് 2 മീറ്റർ. ഇത് കാണാം, വീഡിയോ കാണാൻ പറ്റും. ഇത് കറക്റ്റ് ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസ് 100%. ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസ് 100%. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇഷ്ടം പോലെ വണ്ടികളാണ് യാത്ര ചെയ്യുന്നത്. ടൈമിലില്ലേ ഒരു കാർ അവിടുന്ന് ഒരു വണ്ടി ഇവിടുന്ന് വരുമ്പല്ലേ ഓപ്പോസിറ്റ് സൈഡ് പോകുന്നതല്ലേ. ഞാൻ കാണിച്ചു തരും. ഇതിലിപ്പോ എങ്ങനെയൊക്കെയാണ് എത്ര ഇഞ്ച് സെന്റിമീറ്റർ കണക്ക് ഞാൻ അതടക്കം ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരും. അതിൽ വിഷയമല്ല. ഞാനൊരു കോൺട്രാക്ട് വർക്ക് ഈ ചേട്ടൻ ഒരു കോൺട്രാക്ട് വർക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റും. ഇത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഒരു അരികെ ഞാൻ പൊടിച്ചു തരും. പക്ഷെ ഇവരെല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരും. ഈ ചേട്ടൻ പറയുന്നത് അല്ല, ഇദ്ദേഹം ഈ ചേട്ടൻ പറയുന്നത് ഇദ്ദേഹം ഒരു കോൺട്രാക്ടറുകാരനാണ്. ഇതിൽ എത്ര ഇഞ്ച് എന്ന് കണക്കേണ്ടതിന് ഞാൻ സൈഡ് ഈ മണ്ണൊക്കെ മാറ്റിയിട്ട് ഞാൻ ഒരു സൈഡ് കോൺക്രീറ്റ് ഇപ്പോൾ ചെരിച്ചതിൻ്റെ അവിടെ നിന്ന് ഞാൻ പൊടിക്കും. അത് ഇവിടെ നാട്ടുകാരെല്ലാവരും സഹകരിക്കണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കും. എത്ര ഇഞ്ച്. ഈ ചേട്ടൻ ഇവിടുത്തെ റോഡ് പണി അശാസ്ത്രീയമായി പണിതിൻ്റെ ഒരു തെളിവ് സഹിതം അദ്ദേഹം കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്തു തരുമെന്ന് പറയുന്നത്. ഇതിവിടെ 2.5 മണിക്ക് ശേഷം അമ്പലത്തിന്റെ അവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ കണ്ടത്. ഒരു വശത്തേക്ക് അതാണ് പറഞ്ഞത്. ഈ സൈഡിലേക്ക് വരുമോ? താറിട്ടതില്ലേ അത് പൊളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര സെന്റിമീറ്ററിൽ ആഴത്തിൽ താറിട്ടുണ്ട്. അവിടെ അറിയാം, കണ്ണ അപ്പുറത്താണ് ശരിക്കും അറിയാം. ഈ ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ബേബിക്കുട്ടൻ എന്ന് പറയും. ഈ ചേട്ടൻ പറയാനുള്ളത് പറഞ്ഞോളൂ. അതായത് ഈ റോഡ് വളരെയധികം മോശമായ രീതിയിലാണ് ഇപ്പോൾ പണിയെടുത്തിരിക്കുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ. ഒരു ജനങ്ങൾക്ക് പെട്ടെന്ന് ഒരു മഴ വന്നാലോ ഒന്നും അങ്ങനെ മാറി നിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യം കാരണം നല്ല റോഡ്. അത് ആ മൂല കണ്ടോ? ആ മൂല അങ്ങനെ കുണ്ടും കുഴിയാണ്. അതൊന്നും അടയ്ക്കാൻ പറഞ്ഞപ്പോൾ അതും കൂടി കേട്ടിട്ടില്ല. ജനങ്ങൾക്ക് പോകാനുള്ള സൗകര്യമുള്ളതാണ് റോഡ്. ഇതിപ്പോൾ എന്താ ഇളതിനൊക്കെ കുത്തിപ്പൊളിച്ചിട്ടു. സൈഡൊക്കെ കണ്ടോ? അതൊക്കെ കണ്ണു നിങ്ങൾ അങ്ങനെ നോക്കോളൂ. അവിടെയൊക്കെ നോക്കൂ. തൽക്കാലത്തെ കണ്ണ് പൊടിയിട്ട ഇവിടെയൊക്കെ കുത്തിപ്പൊളിച്ചിട്ട് ആ സൈഡൊക്കെ നോക്കും. ഇതൊക്കെ നുണയല്ല പറയുന്നത് കേട്ടോ. ഇതൊക്കെ അതിനൊക്കെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതാ. അത് ആറ്റം വരാണ്ടോ? ആ റോഡ് ഈ റോഡ് എന്താ വ്യത്യാസമുണ്ട്. ഇതാ അവിടെ ആ റോഡ് നോക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നോക്കും. ലാസ്റ്റ് എന്താ അവർ പറഞ്ഞറിയോ? ഇത് ഞങ്ങൾ ചെയ്യേണ്ട പണിയല്ല, അവർ പൈപ്പിട്ട് അവരാ ചെയ്യേണ്ടതാണ് പറഞ്ഞു. ആരാ പറഞ്ഞു താങ്കളുടെ? അത് പണിക്കാർ ഇതിൻ്റെ ആൾക്കാർ കോണ്ടാക്ട് എടുത്തിട്ട് ആരാണോ അവർ? ഞങ്ങൾ ചെയ്യേണ്ട പണിയല്ല, അത് പൈപ്പുകാരാ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. പൈപ്പുകാരാ ചെയ്യേണ്ടത് അങ്ങനെയാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അവർക്ക് നല്ലതായിട്ട് വേണമെന്നുള്ളതല്ല ചിന്ത. നല്ലതാണ് ഇങ്ങനെ ചെയ്യുമോ? അതേ തന്നെ റോഡ് പണിയെടുത്തതാണ്. ഇത് വരയ്ക്കും നല്ല രീതിയിൽ പണിയെടുത്താണ്.
അത് പൈപ്പ് പോയിട്ടുണ്ട്. പൈപ്പ് പോയിട്ടുണ്ട്. ഇത് അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഇത് 6 മാസം മുമ്പ് പണി തന്നെ ഇതിന് നേരത്തെ പൈപ്പ് പോയിട്ടുണ്ട് അല്ലേ? ഇത് നേരെ പൈപ്പ് പോയിട്ടുണ്ട്. ഇത് ശരി കറക്റ്റായി പണിതു. ഇതുവരെയ്ക്കും നന്നായി ഇപ്പൊ പണിയെടുത്തു. ഇവിടെ തങ്ങളുടെ പണി ഇതാ നിങ്ങൾ കണ്ണിന് മുമ്പിൽ കാണും. ഇവിടെ തങ്ങളില്ല, ഇവിടെ തങ്ങളില്ല. അതില്ല. ഭയങ്കര അപകടം കൂടുതലാണ്. അപകടം കൂടുതലാണ്. പെട്ടെന്ന് ഒരു വണ്ടി വന്നാൽ മാറി നിൽക്കാനുള്ള സൗകര്യം. ഒരു വണ്ടിക്ക് ശരിക്കും മര്യാദയ്ക്ക് പോകാൻ പറ്റില്ല റോട്ടിൽ. തീർച്ചയായിട്ടും ഒരു റോട്ടിലേക്ക് ഒരു വണ്ടി പോകാൻ പറ്റില്ല. അത് ആ കണ്ടീഷനിലാക്കി വെച്ചു. ആദ്യം അങ്ങനെയല്ല, കുറച്ച് അങ്ങനെ മാറി നിൽക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പം അതുമില്ല, അതില്ലാണ്ടാക്കി. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ. പേരെന്താ താങ്കളുടെ പേരെന്താ? ഹരി. ഓക്കെ. അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എവിടെയാണ് ബോർഡ് കാണിച്ചത്? അതായത് ഇദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ഹരി പേര് ഹരി പറയുന്നത് ഈ റോഡ് കംപ്ലീറ്റ് ഈ റോഡ് പണി മുഴുവനായി കംപ്ലീറ്റ് ആക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു ബോർഡ് പണി അടങ്ങിട്ടോ അല്ല ബോർഡ് വെച്ച് കാണിച്ചെടുക്കാം. ബോർഡ് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓ ഇത് അല്ലേ ആ ബോർഡിൻ്റെ നമുക്ക് ബോർഡിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു നോക്കാം. ഈ റോഡ് പണി തീരും മുൻപ് തന്നെ ഇവിടെ ഒരു ബോർഡും സ്ഥാപിച്ചു എന്നാണ് ഇവിടുത്തെ നാട്ടിൽ ബോർഡിൻ്റെ ഇത് കാണിച്ചു തരാൻ. റോഡ് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇത് ബോർഡ് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ട് വെച്ചു അല്ലേ? നിങ്ങൾക്ക് ഈ റോഡിന്റെ ഈ വീതിയും ആ വീതിയും നോക്കി തന്നെ മനസ്സിലാവും. ഓക്കെ 3 മീറ്റർ പാസ്സായത് ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ. നമുക്കൊരു ടേണിംഗ് പോയിന്റ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് 2 മീറ്റർ ചുരുക്കിയിട്ട് അവരത് എന്ത് ഉദ്ദേശിച്ചില്ലാന്ന് അറിയില്ല. അപ്പോൾ ജലനിധിയിൽ മെഷീനാണെങ്കിലും റൈറ്റ് സൈഡിൽ ഒഴിവാക്കി അവർ സൈഡ് ഫില്ല് ചെയ്ത് പോകാൻ അത് ചെയ്തിട്ടില്ല.